ഹലോ, വെൽക്കം ടു മോളിവുഡ് ടോക്കീസ്. നമ്മളെല്ലാവരും കുറേ നാളായി കാത്തിരുന്ന ഒരു ട്രെയിലർ റിലീസായിട്ടുണ്ട്. മോഹൻലാലിൻ്റെ തുടരും. ഈ സിനിമയുടെ ഏറ്റവും പ്രത്യേകത ഇതിൻ്റെ സംവിധായകനാണ്, തരുൺ മൂർത്തി. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ അപ്രതീക്ഷിതമായി വന്ന് ഹിറ്റടിച്ചു പോയൊരു സിനിമയാണ് ഓപ്പറേഷൻ ജാവ. നമ്മൾ അതുവരെ കണ്ട സിനിമയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ ഒരു പ്രമേയമായിരുന്നു ആ സിനിമയ്ക്കകത്ത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിരുന്നെങ്കിലും സാധാരണക്കാരായ രണ്ട് പയ്യന്മാർ ഒരു ഇൻ്റലിജൻസ് വിങ്ങിൽ എത്തുന്നതും അങ്ങനെ പോകുന്ന ഒരു ഡിഫറെൻ്റ് ഒരു സിനിമയായിരുന്നു. രണ്ടാമത്തെ സിനിമയായിരുന്നു സൗദി വെള്ളയ്ക്ക. വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കാണുന്ന പ്രേക്ഷകന്റെ മനസ്സിനെ സ്പർശിക്കാനാവുന്ന ഒരു കഥാതന്തു ആ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. അദ്ദേഹം ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പഴയ ലാലേട്ടനെ തൊട്ടടുത്ത വീട്ടിലെ ആരോ ഒരാളെന്ന് നമുക്ക് തോന്നത്തില്ലേ? അത്തരം ഒരു കഥാപാത്രമായി ലാലേട്ടൻ വരുന്നത് കാണാൻ നമ്മൾ ഒരുപാട് കാലമായി കാത്തിരിക്കുകയായിരുന്നു. സോ അവസാനം അതിൻ്റെ ട്രെയിലർ ഇപ്പോഴാ റിലീസായിട്ടുണ്ട്. ഈ ട്രെയിലർ കാണുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും നല്ലൊരു കാര്യം ഇതിൻ്റെ പോസ്റ്ററാണ്. ആ ട്രെയിലറിൻ്റെ തമ്പാണ് യൂട്യൂബിലെ. ലാലേട്ടനും ശോഭനയും നിൽക്കുന്ന ഒരു പഴയ ഫോട്ടോ. പെട്ടെന്ന് എനിക്ക് നാടോടിക്കാറ്റിലെ വൈശാഖ സന്ധ്യ ആ പാട്ടിൽ ലാലേട്ടനും ശോഭനയും ഒരുമിച്ച് നിൽക്കുന്ന പോലെ തോന്നി മനസ്സിൽ. നമ്മളുടെ ആ നൊസ്റ്റാൾജിയെ, ആ പഴയ വിൻറ്റേജ് ലാലേട്ടനെ ഒന്നുകൂടെ ആ പോസ്റ്ററിൽ കണ്ടതുപോലെ എനിക്ക് തോന്നി. സോ നമുക്ക് നോക്കാം എന്താണ് തുടരും സിനിമയ്ക്കകത്ത് തരുൺ മൂർത്തി നമുക്കായി കരുതി വെച്ചിരിക്കുന്നത്. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടുന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തു നിർത്തും, നാണവും കെടുത്തും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? ഒരു സീരിയസ് പടമാണെന്ന് ഞാൻ കരുതി കേട്ടോ. പക്ഷെ അല്ല, ഒരു കോമഡി ടൈപ്പ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് ദൃശ്യമൊക്കെ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നു. ആ താടി തൊട്ട കൈ ഞാൻ വെട്ടു. അണ്ണ ഇങ്ങനെ താടി വളർത്തി അയ്യോ പാവം കളിച്ചു നടാ. ആർക്കടാ പ്രശ്ന? എക്സ് വിജയ് മ്യൂസിക്. ചേട്ടാ ഞാൻ കരുതി സീരീസ് പടം, ഇത് പക്ക ഒരു കോമഡി ടൈപ്പ് ആണല്ലോ. ആലിന്റെ കറുത്ത കാറുണ്ടല്ലോ, പഴയ അംബാസഡർ, അതുണ്ടെങ്കിൽ പടം ഹിറ്റാ. വണ്ടിയുടെ കാര്യം തരൂല സാറേ, എന്റെ കാർ കിട്ടൂല. അപ്പൊ ആ കാറാണ് ഇതിന്റെ മെയിൻ പരിപാടി. കയ്യിലെ കെട്ടിയാ കിളി പോകും. രഞ്ജിത്ത് നിർമ്മാണം. മഴ നനയാലല്ലോ കുട്ടിച്ച, എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ മഴയത്ത് നിർത്തിയേക്കല്ലേ. ട്രെയിലറിന്റെ ആദ്യത്തില് ഭയങ്കര ഫണ്ണായിരുന്നു. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ലാലേട്ടനും ശോഭനയും നമ്മളെ പണ്ട് കണ്ടിട്ടുള്ള പോലത്തെ ആ ഒരു ഫണ്ണി മൊമെന്റ്സ് ആയിരുന്നു കൂടുതലും. പക്ഷെ ട്രെയിലറിന്റെ അവസാനമായപ്പോൾ മനസ്സിലായി ഇതിന്റെ മെയിൻ പ്ലോട്ട് ഇരിക്കുന്ന കാറിനകത്താണ്. നമ്മുടെ ലാലേട്ടന്റെ പഴയ അംബാസിഡർ ലൂസിഫറിലുള്ള കറുത്ത കാറിൽ. പിന്നെ ആ പോലീസ് സ്റ്റേഷൻ സീൻ എത്തിയപ്പോൾ എന്തോ ഒരു പരിപാടി ഉണ്ട്. കാരണം മഴയത്ത് അവസാനം ലാലേട്ടൻ നിൽക്കുന്ന നിപ്പില്, ആ ചിരിയിലും, ഇതൊരു കോമഡി മൂവി അല്ല, അകത്തെന്തോ ഒരു സംഭവം സീക്രട്ടായിട്ട് ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടില്ലേ എന്ന് നമുക്കൊരു സൂചന തന്ന ട്രെയിലറാണ്. എന്താണെങ്കിലും തരുൺ മൂർത്തിയുടെ ആദ്യത്തെ രണ്ട് സിനിമ അത് രണ്ട് പക്ക ഒരു സീരിയസ് ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതായത് നമ്മൾ ആദ്യത്തെ ഓപ്പറേഷൻ ജാവ ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലത്തെ സിനിമ, സൗദി വെള്ളയ്ക്കാണെങ്കിൽ ഒരു ഇമോഷണൽ, ഒരു കോടതി ബേസ്ഡ് ഒരു സിനിമയായിരുന്നു. അപ്പം ഞാൻ കരുതി ഈ സിനിമ ഭയങ്കര ഒരു സീരിയസ് ആയിരിക്കും ആദ്യം മുതൽ എന്നൊരു മൈൻഡായിരുന്നു എനിക്ക് ട്രെയിലർ കാണുന്നതിന് മുമ്പ് വരെ. പക്ഷെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ദൃശ്യമൊക്കെ പോലെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ചിലപ്പോൾ നല്ല രസമായിട്ട് ഫണ്ണി ആയിട്ടൊക്കെ പോയിട്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോഴായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ആ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടാവുക. എനിക്കെന്താ ഈ ട്രെയിലർ കണ്ടപ്പോഴൊക്കെ ഇങ്ങനെ ദൃശ്യം ട്രെയിലർ കണ്ടെങ്കിൽ ഇങ്ങനെ ഓർമ്മ വരിക. ആദ്യം ആ മലയും പോകുന്നതും ആ ഫാമിലി ആയിട്ടുള്ള പാട്ടും അതുപോലെ ഒരു ഫീലാണ് എനിക്ക്. എന്തായാലും നാളെ എംബ്രർ റിലീസാകാൻ പോവുക. ലാലേട്ടൻ്റെ മലയാള ഇൻഡസ്ട്രിയുടെ, ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ വഴി വെട്ടി തുറക്കുന്ന ഒരു പടമാവും, അതിനകത്ത് ഒരു സംശയമില്ല. തൊട്ടു പുറകെ വരുന്ന പടമായിരിക്കും തുടരും. അങ്ങനെ ഒരു മാസം ഒരു പടം വന്നിട്ട് പിന്നെയും ലാലേട്ടനെ പഴയ വിൻറ്റേജിൽ കാണാൻ പറ്റും. സോ ഞാൻ കട്ട വെയിറ്റിംഗാണ്.
ഈ സിനിമയുടെ ഓഡിയൻസ് റിയാക്ഷനും തിയേറ്റർ റെസ്പോൺസും ഉണ്ടാവും. സോ വെയിറ്റ്.